നമ്മൾ 3 കാർഡ് എടുത്തിട്ട് നമ്മുടെ യൂണിവേഴ്സിന്റെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. അപ്പം പാസ്റ്റിൽ ഇങ്ങനെയായിരുന്നുവെങ്കിൽ പ്രസന്റിൽ ഇങ്ങനെയാണ്, ഫ്യൂച്ചറിലേക്ക് ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് പാസ്റ്റിൽ നിങ്ങൾ ഏസ് ഓഫ് സോർട്സിന്റെ എനർജിയിലാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പേജ് ഓഫ് കപ്സിന്റെ എനർജിയിലാണ്. അപ്പോൾ നിങ്ങൾ ഏത് എനർജിയിലായിട്ടോട്ട് പോകുന്നത് കഴിഞ്ഞാൽ കിങ് ഓഫ് സോഴ്സിന്റെ എനർജിയിലാണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പാസ്റ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ക്രിയേറ്റിവിറ്റി തുടങ്ങണം, എനിക്ക് ബുദ്ധിപരമായി എന്തെങ്കിലും ഒന്ന് തുടങ്ങണമെന്ന് നിങ്ങളുടെ ബുദ്ധിയിൽ ഉദിച്ച ഒരു കാര്യം നിങ്ങൾ പ്രാവർത്തികമാക്കാൻ പോകുന്നു. അത് നേരത്തെ അതിൽ നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ ഇപ്പോൾ അത് പ്രാവർത്തികമാക്കുന്നു ഈ കാർഡ് പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ കിങ് ഓഫ് സോഴ്സിന്റെ എനർജിയിലാണ്. അപ്പം ഒരു ബുദ്ധിയും ശക്തിയും, അപ്പം നിങ്ങളിലേക്ക് ക്രിയേറ്റിവിറ്റി വന്നപ്പോൾ ഇത് മുന്നോട്ട് എനിക്ക് കൊണ്ടുപോകാം എന്നുള്ള ഒരു സ്ഥിര ബുദ്ധിയുള്ള ഒരാളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സക്സസ് ആവുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്രിയേറ്റിവിറ്റി ഇത് സക്സസിലേക്കാണ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കിങ് ഓഫ് സോഴ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ അത് ഒരു ടോപ്പ് ലെവൽ എനർജിയാണ്. നല്ല ബുദ്ധി സ്ഥിരതയും അത് നിശ്ചയദാർഢ്യവും ഒക്കെ കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ ബിസിനസ് ഇപ്പൊ തുടങ്ങി അത് മുന്നോട്ട് പോകുന്തോറും ഇത് സക്സസിലേക്കാണ് പോകുന്നത് എന്നാണ് നമുക്ക് ഈ കാർഡ് ഈ എനർജി നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നേരത്തെ നിങ്ങളുടെ ബുദ്ധിയിൽ ഉദിച്ച കാര്യം ഇപ്പൊ നിങ്ങൾ ഇത് പ്രാവർത്തികമാക്കുന്നു, ഇത് എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ചോദിച്ചപ്പോൾ ഫ്യൂച്ചറിൽ ഇതിങ്ങനെയാണ് കിങ് ഓഫ് സോഴ്സിന്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സക്സസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആ എനർജിയിലാണ് നിങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. യൂണിവേഴ്സിന്റെ എനർജി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. താങ്ക് യു. ഈ എനർജി മാച്ച് ആവുന്നവർക്കൊക്കെ ഈ റീഡിങ് എത്തിച്ചേരും.